ഒറ്റ മീനും കൊത്തൂല എന്നറിഞ്ഞിട്ടും വലിയ കൊട്ടയും കൊണ്ട് മീൻ പിടിക്കാൻ പോയ മൂന്നാളുടെ കഥ. അതെ, അത് ഞങ്ങളാണ്. ഇത് ഒരു അവധി ദിവസമായിരുന്നു. നല്ല മഴ അടുപ്പിച്ച് പെയ്തപ്പോൾ ഞങ്ങളുടെ പാടത്ത് നിറച്ചും വെള്ളം കയറിയപ്പോൾ എനിക്കും മക്കൾക്കും തോന്നി ഒന്ന് പോയി മീൻ പിടിക്കാമെന്ന്. മീൻ കിട്ടിയിട്ടുമല്ല, ഒട്ടും സമയം ഉണ്ടായിട്ടുമല്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. ഞങ്ങൾ മൂന്നാളും പോയി. എന്നും വിചാരിച്ച് ഇപ്പോഴാരും ഈ പാടത്തിൻ്റെ അടുത്തേക്ക് പോലും പോകണ്ട കേട്ടോ. അവിടെ നല്ലോണം ഉണങ്ങി വരണ്ട് നിറച്ചും നെല്ലായിട്ട് ഞാറൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. ഇത് ഇത്തിരി പഴയ സമയത്തെയാണ്. ഞങ്ങളന്ന് മീൻ പിടിക്കാൻ പോയത് ഞങ്ങളുടെ ചൂണ്ടയൊക്കെ കൊണ്ടിട്ട് കുറേ ദിവസം പ്ലാൻ ചെയ്ത് അന്നാണ് സമയം കിട്ടിയത്. അപ്പം ഞങ്ങൾ പോയി. പക്ഷെ ഞങ്ങൾക്ക് ഒറ്റ മീനും കിട്ടില്ല എന്ന് അപ്പോഴേ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. എന്നാലും പിന്നെ വെറുതെ അങ്ങ് പോയി. ഈ മീനും ചൂണ്ടയും ഒക്കെ ഉള്ള പരിപാടിയൊക്കെ നോക്കലും ഇവർ ഈ നീട്ടിടലൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഈ ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ടാവുന്നു. ഒരുപാട് പോയിട്ട് ഒരു പൂച്ചിട്ട് പോലും ആ ചൂണ്ടയിൽ കൊളുത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല. പിന്നെ നമ്മളെങ്ങാനും ഉപേക്ഷിച്ച് പോരാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ ചൂണ്ടയിൽ ഒരു ബ്രാലങ്ങാൻ കുത്തും. അപ്പം പിന്നെ അത്ര നേരം കളഞ്ഞ സമയമൊന്നും ഈ ഒരു സമയമേ അല്ല എന്ന് കരുതി വീണ്ടും ഞങ്ങളവിടെ നിൽക്കും. ക്ഷമ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചൂണ്ടയും കൊണ്ട് പോയി മീൻ പിടിക്കാൻ നിന്നാൽ മതി. കാരണം ആരൊക്കെങ്കിലും ഒരു മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ അങ്ങോട്ട് നിന്ന് പോകും. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പോൾ പോവാമെന്ന് വിചാരിക്കുമ്പോണ്ട് ഇഷ്ടംമാരെ ആൾക്കാർ വേറെ വലിയ വലിയ ആയുധങ്ങളും കൊണ്ടുവരിക. പക്ഷെ അവർക്കൊക്കെ തലേ ദിവസം കിട്ടിയതിൻ്റെ ആവശ്യത്തിലാണ് അവർ വന്നത്. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ മാത്രം മീനില്ലാത്ത ചൂണ്ടയും പിടിച്ച് നിൽക്കണം. കൂടെ വന്ന പിള്ളേർ ബക്കറ്റ്, കൊട്ട, ചൂണ്ട ഇത്യാദി എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ആവശ്യത്തിനെല്ലാം പറക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ടായി. പക്ഷെ തോറ്റു കൊടുക്കണോ പിന്മാറണോ എന്നറിയാണ്ട് കുറച്ച് നേരം കൂടി ഞങ്ങളവിടെ നിന്നു. ഇത് ഞങ്ങളുടെ മുട്ടക്കടവാണ് സ്ഥലം. ഇതിൻ്റെ നേരെ അപ്പുറത്ത് പൂത്തുരുത്തി, ഇടത്ത് വശത്ത് തിരുമുക്കുളം, വലത്ത് വശത്ത് ഞങ്ങളുടെ കള്ളിയാട്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുളത്തേരി, എരവത്തൂർ, അങ്ങനെ ഒരുപാട് ഊരും കുളങ്ങളും ഒക്കെ അവിടെയുണ്ട്. ഈ നാട്ടിൽ ഇതിൻ്റെ ഒക്കെ പേര് ഇങ്ങനെയൊക്കെ തന്നെ. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയല്ലേ. എര കൊള്ളൂലായിരുന്നെന്നും ചൂണ്ടയ്ക്ക് നീളം പോരാന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ മീൻപിടുത്തം ഞങ്ങൾ അങ്ങോട്ട് അവസാനിപ്പിച്ച്. വീട്ടിൽ ഫ്രിഡ്ജിൽ മീനിരിപ്പുണ്ട്. ഇനി അത് വറുത്തങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഒന്ന് ടാറ്റ